ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തി, പൊറോട്ട, പത്തിരി, നൂൽപുട്ട് ഇവയുടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിലുള്ള എഗ് മലായി കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ്. കോഴിമുട്ടയും മുട്ടക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എഗ്ഗ് മലായി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം 3 സബോള, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാൻ 7 എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം തരി പോലും ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കറിയിലോട്ട് വേണ്ട കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിലാണ് ഞാൻ മുട്ട പുഴുങ്ങുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മുട്ട പുഴുങ്ങിയാൽ തൊണ്ട് വേഗം ഇടർത്തിയെടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായാൽ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഒരു പച്ച കളർ വന്നിട്ടുള്ളത്. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ ചേർത്തത്. നല്ല പോലെ വഴറ്റണം, നല്ലോണം സമയമെടുത്ത് തന്നെ വഴറ്റുക. ഇത് അരച്ചിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. സബോളൊക്കെ നന്നായി വഴന്ന് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാം റോസ്മെല്ല് നന്നായി മാറണം. ഈ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് കുറച്ചധികം സമയം വേണ്ടി വരിക, ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, അതാണ് ഈ കറിയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പം സബോള എല്ലാം നന്നായി വഴന്ന് റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ നമുക്ക് അതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുക്കിംഗ് ക്രീം ഉണ്ടായിരുന്നത് കൊണ്ട് അതാണ് ഞാൻ ചേർത്തത്. കുക്കിംഗ് ക്രീം ചേർത്താൽ കറി കുറച്ചുകൂടെ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇത് കാണുമ്പോൾ പലർക്കും തോന്നും സബോളയും പാലൊക്കെ ചേർന്നാൽ വിരുദ്ധാഹാരം ആവില്ലേ എന്നൊക്കെ. നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിൽ പാലാണെങ്കിൽ ബട്ടർ ചിക്കനിൽ പാലിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഫ്രഷ് ക്രീം ചേർക്കുന്നു മാത്രം. മറ്റു കറികളിൽ മോരും തൈരും മറ്റ് ഡയറി പ്രോഡക്റ്റ്സും ചേർക്കാന്നുണ്ടെങ്കിൽ ഇതിൽ പാലും ചേർക്കാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഗ്രേവി കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കറിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ചിക്കൻ സ്റ്റോക്ക് ക്യൂബും ചേർക്കാം. കറി നന്നായി തിളച്ച് കുറുകി എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് അതിലോട്ട് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ബിരിയാണിയിൽ ഒഴികെ വേറെ കറികളിലൊന്നും മല്ലിയില ചേർക്കാറില്ല, പക്ഷേ ഈ കറിയിൽ മല്ലിയില തീർച്ചയായും വേണം, അതാണ് ടേസ്റ്റ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുഴുങ്ങി നടുമുറിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് ഈ കറി സെർവ് ചെയ്യുന്നത്. പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചധികം ഗ്രേവി വേണമല്ലേ, അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള കുറച്ചധികം ഗ്രേവിക്ക് വേണ്ടിയാണ് 3 സബോളയൊക്കെ ചേർത്തത്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ 1-2 സബോള എടുത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് ബാലൻസ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കോഴിമുട്ടയിൽ ഗ്രേവിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ എഗ് മലായ് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.